പിന്നെ ഏനപ്പോയെ കാണും. അതിൽ നിന്ന് ലാസ്റ്റ് ഫൈനലെയും ഇവിടെ ചേർന്നു. ഓക്കെ, കോഴ്സ് ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു അല്ല ചെയ്യാം. ഓക്കെ, എന്താണ് ക്ലൗഡ്. ഇത് ഹൈസ്കൂളാണ്, ഹൈസ്കൂൾ കാണിച്ചു കൊടുക്കും. പിന്നെ അതേപോലെ ഇതാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിനുള്ള പുതിയ ബിൽഡിംഗ് വരുന്നുള്ളത്. ആ കാണുന്നത് ഹോസ്റ്റലാണ്. പിന്നെ ഗേൾസൊക്കെ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് താമസം. പിന്നെ ബോയ്സിന് താമസം പുറത്താണ്, ബോയ്സ് ഹോസ്റ്റൽ പുറത്താണ്. ബാംഗ്ലൂർ വിധാൻസൗധയുടെ മുമ്പിലാണ് ഇന്നുള്ളത്. പിന്നെ ഇന്നും ബാംഗ്ലൂരൊക്കെ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നാളെ തിരിക്കാനാണ് പ്ലാൻ. പിന്നെ ഇനി ബാംഗ്ലൂർ പാലസ് കാണണം. അതേപോലെ ഇവിടെ മൈസൂർ സിൽക്ക് എന്ന് പറയുന്ന ഒരു സാരി ഫാക്ടറി ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണണം. ബാംഗ്ലൂർ പാലസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ബാംഗ്ലൂർ പാലസിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം.
കാലത്തെ പിന്നെ ഫോട്ടോസും ഇവൻ അവരെ ഡോഗ്സ് വരെയാണ്. എനിക്ക് തോന്നുന്ന പേരൊക്കെ രാജരാജ ശ്രീ 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 ഡാഷ് ഡാഷ് അങ്ങനെ ആയിരിക്കും. ഇവിടുത്തെ ലഞ്ചിൻ്റെ എന്തെന്ന് നോക്കാം, ഇവിടുത്തെ സ്പെഷ്യൽ എന്ത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വെജ് താലിയാണ്. ഏതായാലും ഇവിടെ വന്നിട്ട് നോക്കാം എന്താ ഇവിടെ ഇവിടുത്തെ സ്പെഷ്യൽ. ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ താലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കാണുന്നത് നല്ല ഒരു മൗത്ത് വാട്ടറിങ് ഡിഷാണ്. കഴിച്ചിട്ടായിട്ട് കാര്യം പറയാം. ബാംഗ്ലൂർ, ദി ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ. ഈ ബാംഗ്ലൂർ നഗരത്തിലെ ലാൽബാഗ് എന്ന ഒരു ഗാർഡനിലാണ് ഇപ്പോഴും. Will not soon after that washing. Actually, the fact is that every fabric fits, but you will not get to know in case of cotton or other fabric. In case of linen, you will get to know how much it is made because there will be inches of it. Here, it will be the matching. Again, right? Yes, you can. No difference will be. Any promotion of this one is there? No. That doesn't fix. 2,800. 2,800. No any discount. If you make it as well as 7,750, then I will give it. No, if I want 1 year.
ഒരു ക്യാമ്പസിനകത്താണ്. ഈസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഈ ക്യാമ്പസ് ബാംഗ്ലൂരിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇവിടെ 500 ഏക്കറിലാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മെഡിക്കൽ, പാരാമെഡിക്കൽ, എൻജിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് കോഴ്സസാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പം ഈ ഈസ്റ്റ് പോയിൻറ്റിൻ്റെ ക്യാമ്പസ് ഗൾഫ് രാജ്യത്തും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അജ്മാനിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ സൗകര്യം. ഇവിടെ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ സൗകര്യമുള്ളത്. എന്തുകൊണ്ടും നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ അനുയോജ്യമായ ഒരു ക്യാമ്പസ് തന്നെയാണ് ഈസ്റ്റ് പോയിന്റ്. ഇത് പിന്നെ ബാംഗ്ലൂരിലെ ബിദിരഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നിലകൊള്ളുന്നത്. താങ്ക് യു. ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ബിൽഡിംഗാണ് എൻ്റെ പിന്നിൽ കാണുന്നുള്ളത്. വളരെ വിശാലമായ ഒരു ക്യാമ്പസാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇനി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്യാമ്പസുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈസ്റ്റ് പോയിന്റ് തന്നെയാണ്. ഈസ്റ്റ് പോയിന്റ് അടിപൊളി ക്യാമ്പസാണ്. ഒരു കുറവ്, ഒരു കുറ്റവും പറയാനില്ല. അടിപൊളി ക്യാമ്പസ്, അടിപൊളി ഹോസ്റ്റൽ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ വെരി വെരി ഓസം. ഒന്നും പറയാനില്ല അല്ല. സിയ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം തന്നെ ജോയിൻ ആവാൻ റെഡി ആയിട്ട് നിന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്.
ദുബൈയിലായാലും ബാംഗ്ലൂരായാലും നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഏതെന്ന് ചോദിച്ചെങ്കിൽ നോ ഡൗട്ട് ബാംഗ്ലൂർ എംപയർ റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെ എത്തിയെങ്കിൽ ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ ഇവിടുത്തെ ചിക്കൻ കബാബ്, പിന്നെ ഗീ റൈസ്, ദാൽ കറി, മഗസ്. മഗസ് കൂടി ആയാൽ വിശേഷം. അപ്പം പിന്നെ നമ്മളിത് എല്ലാവരും കൂടിയിട്ട് പിന്നെ ബാംഗ്ലൂർ എംപയർ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് എത്തിയതിനു ശേഷം ബാക്കി കാര്യം പറയാൻ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ദുബൈയിലെ നൊസ്റ്റാൾജിയ, വൈബ് ദുബൈ, ബാക്ക് ടു ദുബൈ. പിന്നെ ഫേവറേറ്റ് മഗസ് കുനാഫ ഡെസേർട്ട്. അല്ല, നീ പറഞ്ഞത് ഒക്കെ പറയണം, അപ്പൊ അറിയില്ല. നമ്മൾ പറഞ്ഞ ഇവിടുത്തെ പിന്നെ കബാബാണ് ഇത്. സാധാരണ എല്ലായിടത്തും കബാബ് ഇങ്ങനെയല്ല, വേറൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ പിന്നെ എംപയറിലെ കബാബ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. പിന്നെ നമ്മുടെ ബ്രൈൻ മസാല, ബ്രൈൻ ഫ്രൈ മസാല അല്ല, പിന്നെ ഗീ റൈസ്, ദാൽ കറി, പിന്നെ ഇതാണ്. അത് എൻ്റെ ഫേവറേറ്റ് അല്ല, എൻ്റെ ഫേവറേറ്റ് ഇത് മൂന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ബട്ടർ നാൻ നമ്മൾ അപ്പം സ്റ്റാർട്ട് ചെയ്യാലോ, തുടങ്ങാലോ. ഓക്കെ, ഗീ റൈസ് റൊട്ടി വേണമെങ്കിൽ റൊട്ടി വെച്ചോ, ഗീ റൈസ് വേണമെങ്കിൽ ഗീ റൈസ് വെച്ചോ. എടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ടോ? നോക്ക്, നീ എടുത്ത് വേണമെങ്കിൽ അപ്പോൾ ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് റിട്ടേൺ ആണ്. പിന്നെ ഇൻഷാല്ലാ 3:30 മണിയാകുമ്പോൾ നാട്ടിലെത്തും. പക്ഷെ ഭയങ്കര മഴയാണ്, റോഡൊന്നും കാണുന്നില്ല. 3 ദിവസമായല്ലേ നമ്മൾ പോയിട്ട്? 3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് വണ്ടർഫുൾ ട്രിപ്പ്. അപ്പോൾ എൻജോയിങ് നൈറ്റ് ഡ്രൈവ്. ഓക്കെ, ഇപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത് ലെമൺ ടീ ആണ്. അല്ല, ലെമൺ ടീ അല്ലേ? ലെമൺ ടീ. ഓക്കെ, അപ്പോൾ ഇനി മടിക്കേരിക്ക് ഏകദേശം 80 കിലോമീറ്റർ 70 കിലോമീറ്റേഴ്സ് ഉണ്ട്. എത്ര ഉണ്ടാവും? 70 കിലോമീറ്റേഴ്സ് മടിക്കേരിക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പിന്നെ ലെമൺ ടീയും ബന്നും കൂട്ടിയിട്ട് ലെമൺ ടീ അടിക്കാം. ഓക്കെ, വാ, ലെമൺ ടീ സൂപ്പർ. കൊടുത്തിട്ട് വരാം. അല്ല, എനിക്ക് പപ്പാനെ ഒരു കടി മതി. For watching this video until it is finished. If useful to you guys, please like and share this video. If you have any suggestions for us, leave a message in the comments field. Always support us by clicking the subscribe button, because it means a lot to us. To the next video. See you.